നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ഇളമാട് തേവന്നൂരിൽ വയോധികയെ ആക്രമിച്ച മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് 11 വർഷം വീതം ശിക്ഷ വിധിച്ച് കോടതി. ഇളമാട് പഞ്ചായത്തിലെ തേവന്നൂർ കവലയ്ക്കപ്പച്ച എന്ന സ്ഥലത്ത് 2018 ആഗസ്റ്റ് 28-ന് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 90 വയസ്സുള്ള പാറുക്കുട്ടിയമ്മയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചെടുത്ത് കടന്നുകളഞ്ഞ കേസിലെ പ്രതികളായ തിരുവനന്തപുരം ജില്ലയിൽ കഠിനകുളം വില്ലേജിൽ വെട്ടുതുറ ജ്യോതിഷ് ഭവനിൽ ക്രിസ്റ്റഫർ മകൻ ജ്യോതിഷി, തൃശൂർ ജില്ലയിൽ മിന്നല്ലൂർ എന്ന സ്ഥലത്ത് ബൈപ്പാസ് റോഡിൽ എരിഞ്ഞാലി വീട്ടിൽ അല്ലേഷ് മകൻ അജീഷ് എന്നിവർക്കാണ് 11 വർഷം വീതം തടവ് ശിക്ഷയും പിഴയും വിധിച്ചത്. ബൈക്കിൽ വന്ന സംഘം പാറുക്കുട്ടിയമ്മയെ ഏണിന് ചവിട്ടിത്തള്ളിയിട്ട ശേഷം മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് വീഴ്ചയുടെ കാഠിന്യത്താൽ പാറുക്കുട്ടിയമ്മ പിന്നീട് മരണപ്പെട്ടു. വയോധികയുടെ മാല പൊട്ടിച്ചെടുക്കുകയും മരണത്തിനിടയാക്കുകയും ചെയ്ത സംഭവത്തിലാണ് 394 IPC പ്രകാരമുള്ള 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും 304 IPC പ്രകാരമുള്ള കുറ്റത്തിന് 5 വർഷം വീതം കഠിന തടവും വിധിച്ചുകൊണ്ട് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് റീനാദാസ് TR ഉത്തരവിട്ടത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ ക്രൈം 1322/2018 കാണാതായ ബൈക്ക് പ്രതികൾ ഈ കൃത്യത്തിന് ഉപയോഗിച്ച ശേഷം മറ്റൊരു വീടിന്റെ വിറകുപുരയ്ക്ക് സമീപം ഒളിപ്പിച്ചു വെച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു. നിരവധി മോഷണ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള പ്രതികളാണ് ഇവർ. കേസന്വേഷണത്തെ തുടർന്ന് 8/11/2018 പ്രതികളെ പിടികൂടുകയും ബൈക്കും സ്വർണവും കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും വിചാരണ സമയത്ത് ഒളിവിൽ പോവുകയും ചെയ്ത പ്രതികളെ ചടയമംഗലം ISHO സുനീഷ്, സബ് ഇൻസ്പെക്ടർ മോനിഷ്യം, CPOമാരായ രഞ്ജിത്ത്, ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു. ഒന്നാം പ്രതി ജ്യോതിഷിനെ നിലമേൽ നിന്നും 2ാം പ്രതി അജീഷിനെ തൃശൂർ ജില്ലയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. ചടയമംഗലം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ഷുക്കൂർ അന്വേഷണം നടത്തിയ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പോലീസ് ഇൻസ്പെക്ടർ നിശാന്ത് ആയിരുന്നു. 26 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് സ്പെഷ്യൽ പബ്ലിക് കൂട്ടർ DS സോനു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. ASI അഞ്ജു AS പ്രോസിക്യൂഷന് വേണ്ടി സഹായിയായി. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.